ആയിട്ടുള്ള നമ്മുടെ MLA അധ്യക്ഷൻ വേദിയിലും ശാസ്ത്രമുള്ള ഓമാനിലെ സുഹൃത്തുക്കളെ, മാങ്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ LP കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ഹയർ സെക്കൻഡറി ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപന കർമ്മവും നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടുകൂടി ഞാൻ നിർവഹിച്ച് നാടിന് സമർപ്പിച്ചതായി പ്രഖ്യാപിക്കുക. മാങ്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ വികസന പ്രവൃത്തികളുടെ ഉദ്ഘാടന വേളയാണിത്. ഒരു പ്രദേശത്തിൻ്റെ ഭാവി തലമുറയെ വളർത്തുന്നത് സ്കൂളാണ്. അതിനാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ സർക്കാരിൻ്റെ ആദ്യ പരിഗണനയിലാണ്. ഇന്നിവിടെ ബഹുമാനപ്പെട്ട കോന്നി MLA KU ജനീഷ് കുമാർ MLAയുടെ പരിശ്രമത്താൽ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,32,00,000 രൂപയിലെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ LP വിഭാഗത്തിലുള്ള പുതിയ 2 നില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും SSK ഫണ്ടിൽ നിന്ന് 72 ലക്ഷം രൂപ അനുവദിച്ച് തുടങ്ങുന്ന ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഞാൻ ഇവിടെ നടത്തിക്കഴിഞ്ഞു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നതിൽ ഭൗതിക സൗകര്യങ്ങളോടൊപ്പം നിർവഹിക്കുകയാണ്. യുഗാന്തരങ്ങളിലൂടെ കാരുണ്യത്തിന്റെ കടൽപഥങ്ങളിൽ ജ്ഞാനസാഗരത്തിന്റെ കുളിർമഴ പെയ്തിറങ്ങിയ മാങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയുടെ തിരുമുറ്റത്ത് ആദരണീയനായ കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി അവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ V. ശിവൻകുട്ടി അവർ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു, സാദരം ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സെൽഫ് ലേണിംഗ് മെത്തേഡ് മുഖേന പഠനം കൂടുതൽ ലളിതമാക്കുന്ന ഡിജിറ്റൽ റിസോഴ്സുകളാണ് സംസ്ഥാന സർക്കാർ പ്രാധാന്യം നൽകുന്നത്. കുട്ടികൾക്ക് സ്വയം പഠിക്കുവാൻ പ്രേരിപ്പിക്കുന്ന സൗകര്യങ്ങളാണ് 21ാം നൂറ്റാണ്ടിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം. വിദ്യാലയങ്ങളിലെ നിർമ്മിത ബുദ്ധി പരിശീലനം ആരംഭിക്കുന്നതിന് ധീരമായ പദ്ധതികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഗവേഷകരും ശാസ്ത്രജ്ഞന്മാരുമാണ്. അതിനാൽ പ്രായാരംഭം മുതൽ അവരുടെ ചിന്തകൾക്ക് ശാസ്ത്രീയ ദിശാബോധം നൽകുകയാണ് ലക്ഷ്യം. അതുമാത്രമല്ല, പോഷക സമൃദ്ധമായ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പുതുതായി തയ്യാറാക്കിയ മെനുവും നടപ്പിലാക്കുന്നു. ആരോഗ്യവും പഠനവും കൈകോർക്കുന്ന സമഗ്ര വികാസമാണ് നമ്മുടെ ലക്ഷ്യം. ഈ പദ്ധതികളെല്ലാം അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. അവർ സർക്കാരിനൊപ്പം നിന്നാൽ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മാതൃക സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാങ്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി ഉയരുകയും പ്രദേശത്തിന്റെ എല്ലാ കുട്ടികൾക്കും വിജ്ഞാനത്തിന്റെയും മൂല്യങ്ങളുടെയും പ്രകാശം പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ